തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ദാണ്ടെ കുറച്ച് പാസ്ത എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞു. ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് ഓയിലും ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ബട്ടറോ നമുക്ക് ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ, ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഞാൻ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഒരു പിടി സവാള, ഒരു ചെറിയ സവാളയുടെ ചെറിയ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ചിക്കനാണ്. ഞാൻ കുറച്ച് ചിക്കൻ ഇതിലോട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയ കുറച്ച് ചിക്കനാണ്, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലെക്സാണ് ചേർത്ത് കൊടുക്കാനുള്ള. അപ്പോൾ നമുക്കിതിന് എരിവിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒറിഗാനോയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന്